ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നമ്മളൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. വേറൊന്നും വാങ്ങിക്കാനല്ല, ഒരു ഷൂ വാങ്ങിക്കാനായിട്ട്. കാരണം മോളുടെ സ്കൂളിൽ നിന്നല്ലേ ഒരു മെസ്സേജ് വന്നു, ഇന്ന് തൊട്ട് ഷൂ ഇട്ടുകൊണ്ട് ചെല്ലണം എന്ന്. അപ്പോൾ നമുക്ക് മെസ്സേജ് കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഷൂ വാങ്ങിക്കാം. കാരണം ഇത്രയും ദിവസം വാങ്ങിക്കാൻ എന്താ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ പകുതിയും കഴിഞ്ഞു. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആവാറായി. പക്ഷെ ഓരോ പ്രാവശ്യവും നമ്മൾ ഷൂ വാങ്ങിക്കാൻ ഇരിക്കുമ്പോഴത്തേനും 2 ദിവസം കഴിയുമ്പോൾ മഴ അങ്ങനെ പെയ്തുകൊണ്ട് പിന്നെ സ്കൂളുകാർ തന്നെ പറഞ്ഞു, അവർ പറയാം അപ്പോൾ ഷൂ വാങ്ങിച്ചാൽ മതി, വെറുതെ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ മെസ്സേജ് എന്തിനാണ് വന്നത്. അപ്പോൾ വിചാരിച്ച് ഇന്ന് തന്നെ ഷൂ വാങ്ങിക്കാൻ പോകാൻ. അപ്പോൾ ഷൂ വാങ്ങിക്കാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ബാറ്റയിലേക്കാണ് പോകുന്നത്. ബാറ്റ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെരുപ്പ് കടയാണല്ലോ അല്ലേ? ഫേമസ് ആയിട്ടുള്ള ചെരുപ്പ് കടയാണ്, നല്ലൊരു ചെരുപ്പ് കടയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂർ തന്നെ 3-4 ബാറ്റകൾ ഉണ്ട് കേട്ടോ. അതുപോലെ എല്ലാ സ്ഥലത്തും ബാറ്റകൾ, ഒരുപാട് ഷോറൂംസ് ഉണ്ടല്ലോ ബാറ്റയുടെ. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വെറൈറ്റി ചെരുപ്പുകളൊക്കെ കാണാം. ഞങ്ങൾ മോക്കൊരു ഷൂ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. കാരണം ഞാനൊരു 2 മാസം മുമ്പ് നല്ലൊരു ചെരുപ്പ് ബാറ്റയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. മഴയത്ത് ഇടാനായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു, അല്ലാതെ ഇടുന്നത് ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ ചെരുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോക്ക് മാത്രമേ ഷൂ വാങ്ങിക്കാനാണ് ഇന്ന് പോകുന്നത്. പക്ഷെ എന്നാലും നമുക്ക് എല്ലാ വെറൈറ്റി ചെരുപ്പുകളും കാണാമല്ലോ പോയാൽ അല്ലേ? അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ എടുക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ബാറ്റയെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് എനിക്ക് എൻ്റെ കുട്ടിക്കാല ഓർമ്മകളുണ്ട് കേട്ടോ. കാരണം പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഡാഡിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു ചെരുപ്പ് കടയാണ് ബാറ്റ. അപ്പോൾ എപ്പോഴും അന്ന് ചെരുപ്പ് ബാറ്റ് ചെയ്ത് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ അന്നൊക്കെ ഞാൻ ചെറുതായിരുന്നു, ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഡാഡി എപ്പോൾ ചെരുപ്പ് വാങ്ങിച്ചാലും ബാറ്റ് ചെയ്ത് മാത്രമേ വാങ്ങിക്കുള്ളൂ, വേറെ എങ്ങനെ നമുക്ക് വാങ്ങിച്ചുകൂടെ, നമുക്ക് വേറെ കടയിൽ പോവാം. അന്നൊക്കെ നമുക്ക് അറിയില്ല, നമ്മൾ കുട്ടിയായിരുന്നില്ല. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ബാറ്റേനെ പറ്റി. ഇന്നിപ്പോൾ എൻ്റെ മോൾ ഇതുപോലെ 2nd സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ വായിക്കുന്നത് ബാറ്റേന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഓർത്തു, അന്ന് ഞാനിങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർത്തു. പിന്നീട് ഞാൻ നമുക്ക് സ്കൂളിലൊക്കെ സാധാരണ ഈ മഴയത്തിടാൻ പറ്റിയൊരു ചെരുപ്പുണ്ടല്ലോ പണ്ട്. ഇങ്ങനെ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരേപോലത്തെ ചെരുപ്പാണ്. ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ്, മുകളിൽ ഒട്ടിക്കാം, അതുപോലെ താഴത്ത് ഒട്ടിക്കാം. ആ ഒരു ടൈപ്പ് എനിക്കൊന്നും എല്ലാവർക്കും അറിയായിരിക്കും. ആ ടൈപ്പ് ചെരുപ്പാണ് പണ്ട് മഴയത്തിടാനായിട്ടുള്ളത് ബാറ്റയിൽ. അതാണ് വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ ഷൂ ആണ് മഴ മാറുമ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ സെൻറ്റ് ജോസഫിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഷൂ ആണ്, അതും ബാറ്റിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. എല്ലാ സ്കൂളിലെ ഷൂസും എല്ലാം അവിടെ ഉണ്ടല്ലോ. അതൊരു നല്ലൊരു ഷോപ്പാണ്, ഒരു ബ്രാൻഡഡ് ഷോപ്പാണ് ബാറ്റ. അപ്പോൾ അതാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ സ്കൂളിൽ കഴിഞ്ഞ് കോളേജിലേക്ക് ആയപ്പോഴത്തേനും ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു കേട്ടോ. വേറെ കടയിലൊക്കെ പോയി വാങ്ങിച്ച് കുറച്ചുകൂടിയൊക്കെ വേറെ ടൈപ്പ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ കൂടി, പക്ഷെ അതൊന്നും നിന്നില്ല എന്ന് പറഞ്ഞാണ് സത്യം. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ആ സമയം ബാറ്റയുടെ ചെരുപ്പ് അങ്ങനെയല്ല, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അത് കുറേ നാൾ നിൽക്കും. ക്വാളിറ്റിയുമാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ക്വാളിറ്റിയും ആ ഡ്യൂറബിലിറ്റിയും കുറേ നാൾ നിൽക്കുകയും ചെയ്യും. നല്ല ക്വാളിറ്റി ചെരുപ്പുകളാണ് ബാറ്റയിലുള്ളത്. അത് നമ്മൾ പിന്നീടൊക്കെയാണ് കുറച്ചുകൂടെയൊക്കെ നമ്മൾ വലുതായപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അന്നത്തെ കോളേജ് ലൈഫിലൊക്കെ പുതിയ പുതിയ ഷോപ്സൊക്കെ വരും, അവിടെയൊക്കെ പോയി ചെരുപ്പുകളൊക്കെ വാങ്ങി ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ അത് നിന്നുമില്ല. നിന്നുമില്ല. അപ്പോൾ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ബാറ്റയുടെ ഒരു ഗുണവും ആ നിലവാരവും ഒക്കെ മനസ്സിലാക്കിയത്. പിന്നീട് അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്, അവിടെ ഷൂ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡൽ ചെരുപ്പുകളും ബാഗുകളും എല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ കൂടി ഇങ്ങനെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേനും, ഞാൻ വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, ഈ കാണുന്ന ചെരുപ്പുകളെല്ലാം അതിലെ കുറേ ചെരുപ്പുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. കാരണം ബാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചെരുപ്പുകൾ നമ്മൾ ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഏത് ബാറ്റിലും ഈ ചെരുപ്പുകൾ ഉണ്ടാവും. അത് ബ്രാൻഡഡ് ഷോപ്പുകളുടെ പ്രത്യേകതയാണല്ലോ. ഇപ്പോൾ ഇവിടെ കാണുന്നത് ചിലപ്പോൾ എറണാകുളത്ത് കണ്ടില്ല, അങ്ങനത്തെ പ്രശ്നം എവിടെയും നമുക്ക് കാണാൻ പറ്റും ഇതേ മോഡൽ ചെരുപ്പുകൾ. അപ്പോൾ ഇതിൽ പല ചെരുപ്പുകളും കോളേജ് ലൈഫിലും ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന കാലത്തും കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷമൊക്കെ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചില ചെരുപ്പുകൾ അവിടെ ഡിസ്പ്ലേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ എനിക്ക് അന്ന് ഉണ്ടായിരുന്നതാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ അത് ആലോചിച്ചായിരുന്നു. അപ്പോൾ നമുക്കിന്ന് അവിടെയൊക്കെ പോയിട്ട് ചെരുപ്പുകളും ഇപ്പോൾ ഞാൻ ഏത് ചെരുപ്പാണെങ്കിലും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ഷൂ ഒന്ന് വാങ്ങിക്കാനായിട്ട് പോകാം. അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ് ബാറ്റിയിലേക്ക്. നമുക്ക് പോയിട്ടൊരു ഷൂ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡൽ ചെരുപ്പുകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിൽ ബാഗ്സും ഉണ്ട് കേട്ടോ, നല്ല ബ്രാൻഡഡ് ബാഗ്സാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല ലെതറാണ്, പ്യുവർ ലെതറാണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് നല്ല ബാഗ്സാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം.
അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു ഷോപ്പിങ്ങിലേക്ക്, ഒരു ഷൂ വാങ്ങിക്കുന്ന ഷോപ്പിങ്ങിലേക്ക് പോയാലോ. വരും. ഈ ചെരുപ്പ് എനിക്ക് ഉണ്ടായിരുന്നതാണ് കേട്ടോ, ആ വൈറ്റ് കളറേ. അതുപോലെ താഴത്തെ ബ്ലൂ അത് ദേവുവിനുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ചെരുപ്പുകളൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ എൻ്റെയും എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ചെരുപ്പാണ്. ഈ ചെരുപ്പാണ് ഞാൻ ഇനി വാങ്ങിക്കാൻ പോകുന്നത് കേട്ടോ. എനിക്കിപ്പം ഓൾറെഡി ചെരുപ്പുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് എടുക്കാഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലാവധി കഴിയട്ടെ, അത് കഴിയുമ്പോൾ അത് വാങ്ങിക്കാവേ. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഗോൾഡൻ കളർ ചെരുപ്പ് കേട്ടോ. എനിക്ക് നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. പിന്നെ ഇതെൻ്റെ മമ്മിക്ക് ഉണ്ടായിരുന്നു. ഇതെനിക്കൊരു 2 വർഷം മുമ്പ് ഇതുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗ്രേ കളർ കണ്ടോ, അതേ മോൾ ഭാഗത്തായിട്ട് കണ്ടില്ലേ ഗ്രേ കളർ, അതൊരു 4-5 വർഷം മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ചെരുപ്പുകളാണ്. ബാറ്റയ്ക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ ആ ഒരു ബ്രാൻഡ് കുറേ നാളുകൾ അവിടെ ഉണ്ടാവും. അതെ, ഈ ബ്ലാക്ക് ഇതിപ്പോഴും ദേവുവിനുണ്ട് കേട്ടോ. ഈ ബ്ലാക്കിൽ ഗോൾഡൻ എനിക്കും ഉണ്ടായിരുന്നു, അത് കുറേ നാൾ പോയി. പിന്നെ ഇതൊന്നുമില്ല. പിന്നെ ഈ ബ്ലാക്കിൽ റെഡ് അതെൻ്റെ മമ്മിക്ക് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഏറ്റവും അറ്റത്ത് കിടക്കുന്നത് കണ്ടോ, ഇതൊരു 8-9 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ വെക്കേഷൻ വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെരുപ്പ് ഞാൻ കാണിച്ചു, ഇതാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. ഇത് കണ്ടോ, ബ്ലാക്കിൽ സിൽവർ ലൈൻ, ഈ രണ്ടാമത്തെ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ചെരുപ്പ് കേട്ടോ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ചെരുപ്പാണ് അത്. അങ്ങനെ ഒരുപാട് ചെരുപ്പുകൾ കേട്ടോ. അതുപോലെ ഈ ആദ്യം കാണുന്ന ആ ഒരു സിൽവർ അതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബാഗ്സ് ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ബാറ്റേന്ന്. പക്ഷെ നല്ല ലെതറിൻ്റെ എന്ന് അവർ പറഞ്ഞ അറിവെനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇതിന് ബാറ്റേന്ന് ഇങ്ങനെ ബാഗ് വാങ്ങിച്ചിട്ടില്ല. ചെരുപ്പാണ് കൂടുതലും വാങ്ങിക്കണം, ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ ബാഗ്സിൻ്റെയൊക്കെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇതിനകത്ത് ഉണ്ട് ആ വീഡിയോയിലൊക്കെ. കുറച്ച് ഹീൽസ് ഉള്ള ടൈപ്പ് ചെരുപ്പുകളുണ്ട്, അതൊന്നും ഞാൻ വാങ്ങിക്കാറില്ല ഹീൽസിൻ്റെ. ഈ ഗ്രീൻ കണ്ടോ, ഈ ഗ്രീൻ പോലത്തെ ഒരെണ്ണം എനിക്കുണ്ട്, പക്ഷേ അത് മഴയത്തിടാൻ പറ്റിയതാണ് കേട്ടോ എനിക്കുള്ളത്. ആ സെയിം കളറാണ്, പക്ഷെ ഇതല്ല, ഇത് മഴയത്തിടാൻ പറ്റിയതല്ല. ഈ ബാഗൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്, എനിക്കിഷ്ടമായി. അപ്പം ഞാൻ നേരത്തെ കാണിച്ചതിൽ എത്ര ചെരുപ്പുകളാണെന്നറിയോ, ഒരു 10 വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ കൂടി വന്നു പോയിട്ടുള്ളത്. ഇപ്പോഴും വീട്ടിൽ മമ്മിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെരുപ്പുകളൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചല്ലോ. ഈ പിങ്കൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. പക്ഷേ ഞാൻ ഡെഫിനറ്റ്ലി വാങ്ങിക്കണം ആ ഒരു ഗോൾഡൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അന്ന് എടുക്കണമായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പിന്നെ ഞാൻ വിളിച്ച് വേണ്ട, കാരണം ഓൾറെഡി എനിക്കിപ്പോൾ ഒരു ചെരുപ്പുണ്ട്, ഞാൻ കാണിച്ചില്ലേ, ഒരു ബ്ലാക്കിൽ സിൽവർ കളറിൽ, അതാണിപ്പോൾ എൻ്റെ ചെരുപ്പ്. അപ്പോൾ പിന്നെ നമുക്ക് ഓൾറെഡി ഉള്ളപ്പോൾ പിന്നെ വെറുതെ ചെരുപ്പുകൾ വാങ്ങിക്കുന്നതിന് അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അപ്പോൾ ഇത് കഴിയട്ടെ കേട്ടോ, ഇതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ്. പക്ഷേ പെട്ടെന്നൊന്നും പൊട്ടില്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊന്നും പൊട്ടിപ്പോകുമൊന്നും ഇല്ല കേട്ടോ, കുറേ നാൾ നിൽക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. ബാറ്ററിയിലാകുമ്പോൾ ചെരുപ്പുകൾ എന്താണെങ്കിലും ആ ചെരുപ്പുകൾ വീണ്ടും അതിപ്പോൾ ആരെയും വാങ്ങിച്ച് പോയാലും അതേ മോഡൽ തന്നെ വീണ്ടും വരും. നമ്മൾ സാധാ കടകളിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ചിലപ്പോൾ വാങ്ങിച്ചാൽ നമ്മൾ ആ ഒരു ടൈമിൽ എടുത്തില്ലെങ്കിൽ പിന്നെ അത് കാണില്ല. അപ്പം അന്ന് എടുത്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അത് അന്ന് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു 6-7 മാസം 1 വർഷം കഴിഞ്ഞ് പോയാലും എന്താണെങ്കിലും ആ സ്റ്റോക്ക് അവിടെ ഉണ്ടാവും. അവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ തന്നെ നമ്മളത് കാണിച്ചു കൊടുത്താൽ മതി, ഇങ്ങനത്തെ ഒരു ചെരുപ്പുണ്ടായിരുന്നു അത് വരുത്തിച്ച് തരും നമുക്ക്. ഇപ്പോൾ ഇവിടെ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പറ്റിയ സൈസോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കളറോ, അപ്പോൾ നമുക്കൊരു മോഡൽ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് ഈ ബ്ലാക്ക് അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ അടിപൊളിയായിരിക്കും. ഇതും നല്ല ഭംഗിയുണ്ട് ഈ ചെരുപ്പ്. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പറ്റിയ സൈസില്ല, നമുക്ക് ചെരുപ്പ് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ചെരുപ്പ്.
ആ ബ്ലാക്ക് ഏറ്റവും താഴത്തുള്ളത്. അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൻ്റെ സൈസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. അല്ലെങ്കിൽ അതിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് വേണ്ട, വേറെ ഏതെങ്കിലും കളർ മതി എന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബില്ല് തരും. ഒരു 4 ദിവസത്തിനകം നമുക്ക് ബാറ്റയിൽ നിന്ന് അത് കൊറിയറായിട്ട് നമുക്ക് വീട്ടിലേക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി ബാറ്റയിലുണ്ട്. ഇതൊക്കെ കുറച്ച് ഹീൽസിൻ്റെയാണ്. പിന്നെ ഇത് ബാഗ്സിൻ്റെ നല്ല നല്ല ബ്രാൻഡഡ് ബാഗ്സാണ് ഇങ്ങനെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഹീൽ ചെരുപ്പാണ്. ഇതൊന്നും പിന്നെ ഞാൻ നോക്കാറേ ഇല്ല ഹീൽ ചെരുപ്പ് ഇട്ടാലേ ബാക്ക് പെയിൻ്റെ ഒരു ടെൻഡൻസി എന്താണെങ്കിലും വരും. നമ്മൾ മാക്സിമം ഹീൽസ് ഇടാതിരിക്കലാണ് നല്ലത്, അല്ലെങ്കിൽ അത്ര അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഇടുക. ഈ ഒരു മോഡലാണ് എനിക്കൊരു 10 വർഷം മുമ്പ് ഉണ്ടായത് കേട്ടോ. അത് ആ ഒരു ടൈപ്പ് കണ്ട. ഇതൊക്കെ വെറൈറ്റി ബാഗ്സാണ്, പ്യുവർ ലെതർ ബാഗുകളാണ് ഇതെല്ലാം. ഇത് സെയിൽ ഫ്ലാറ്റ് 100 റുപ്പീസ് ഓഫാണ്. എടുത്തു കഴിഞ്ഞാൽ 500 രൂപ കുറച്ച് കൊടുത്താൽ. ഞാൻ വിലയൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല വില. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പോകുമായിരുന്നു. ഏതെങ്കിലും ബാഗ്സിൻ്റെയൊക്കെ പ്രൈസ് അറിയണമെന്നിപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം കൂടി പോയിക്കോളാം, അതൊന്നും പ്രശ്നമില്ല. ഞാൻ പോയിട്ട് എല്ലാത്തിൻ്റെയും വിലയൊക്കെ നോക്കി വിലയും കൂടി കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഇതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാനത് ഒരു വീഡിയോ എടുത്ത് എല്ലാത്തിൻ്റെയും പ്രൈസ് സഹിതം പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാവേ. ഇത് സോക്സ്, അതുപോലെ ബെൽറ്റ്, അതിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇത് ജെൻസിൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഇവിടെ ഉള്ള പല ചെരുപ്പുകളും എൻ്റെ ഫാദറിന് ഉണ്ട് കേട്ടോ, ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വർഷം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഡാഡി ഇട്ട് കണ്ടേക്കുന്ന ചെരുപ്പുകളിൽ പലതും ഉണ്ട് ഇവിടെ. ഈ ഒരു ബ്രൗൺ കളറ്, അതിലതേ മുകളിലെ ബ്ലാക്ക്, ഈ ബ്ലാക്കാണ് ഇപ്പോൾ എൻ്റെ ഫാദർ ഉപയോഗിക്കുന്ന ചെരുപ്പാണ്. അതുപോലെ ഒരുപാട് ഇത് എൻ്റെ ഹസ്ബൻഡ്, ആ ബ്രൗൺ കളർ ആ ചെരുപ്പുണ്ടല്ലോ, അതെൻ്റെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന ചെരുപ്പാണ്. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഈ മോഡൽസൊക്കെ വർഷങ്ങളായിട്ടുള്ള പല മോഡൽസും ഇപ്പോഴും അതേ മോഡൽ ഇപ്പോഴും അവൈലബിളാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ അതൊക്കെ കഴിഞ്ഞില്ല, ആ മോഡലൊന്നും ഇപ്പോൾ ഇല്ല എന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇപ്പോഴും ആ ഒരു പഴയ മോഡൽസ് പോലും ഇവിടെ അവൈലബിളാണ്. അതുകൂടാതെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ ചെരുപ്പിന് വന്നിട്ടുണ്ടോ അതെല്ലാ ടൈപ്പും ഇവിടെ അവൈലബിളാണ്. പഴയ ടൈപ്പും അതുപോലെ തന്നെ പുതിയ മോഡേൺ ട്രെൻഡി ചെരുപ്പുകൾ വരെയും ബാറ്റയിൽ നമുക്ക് ലഭ്യമാണ് കേട്ടോ. ട്രിപ്പിനൊക്കെ ഒരു ദിവസമൊക്കെ പോകുമ്പോൾ നമുക്ക് തോളത്തിട്ട് പോകാൻ പറ്റിയ ബാഗ്സ് അതെല്ലാം അവൈലബിളാണ്. ഇത് കണ്ടോ, ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ മഴയത്തിടാൻ പറ്റിയ ടൈപ്പാണ്. ഇതിൽ പിങ്ക് കളർ ദേവൂനുണ്ട് കേട്ടോ. ഇതെല്ലാമാണ് കളക്ഷൻസ്. പിന്നെ ഈ ചെരുപ്പുകളെല്ലാം ഇന്ത്യയിൽ ഏത് ബാറ്റിൽ ചെന്നാലും ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എന്തുമാത്രം വെറൈറ്റി കളക്ഷൻസ് ആണെന്നറിയോ ഇവിടെ ഉള്ളത്. ശരിക്കും ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ബാറ്റയിൽ. കാരണം അത്രയ്ക്ക് മാത്രം പുതിയ വെറൈറ്റി മോഡൽസ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ബാറ്റിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയും ഇതിലും വലിയ വെറൈറ്റി കളക്ഷൻസ് ഒരു ദിക്കിലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം മോഡേൺ ട്രെൻഡ് ചെരുപ്പുകളൊക്കെ അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് മഴയത്തിടാൻ വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ കുറേ ചെരുപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ മഴയത്തിടാൻ വേണ്ടി മാത്രമുള്ളത്.
എന്തുമാത്രം മോഡൽസ്, അത് ഏറ്റവും മുകളിലുള്ളത് എൻ്റെ മമ്മി ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്, ആ ഒരു ക്രീം കളർ. ഇതൊക്കെ എന്താ ഷൂ ടൈപ്പാണ്, പാം ഷൂ ടൈപ്പാണ്. ഒരുപാടുണ്ട് കേട്ടോ ഇതിൻ്റെ കളക്ഷൻസ്. ഞാനിത് എനിക്ക് എടുക്കാവുന്ന ഒരു പരിധിയിൽ ഞാൻ എടുത്തതാണ്. അപ്പുറത്തൊക്കെ ഉണ്ട് ഒരുപാട്. ഇത് കുട്ടികളുടെയാണ് കേട്ടോ. എൻ്റെ ദേവിമോക്ക് കുഞ്ഞിലെ ഞാൻ ഇതിൻ്റെ പല വെറൈറ്റി ചെരുപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലിപ്പോൾ ബ്രദറിൻ്റെ കുഞ്ഞിനും ഇതിൻ്റെ പല മോഡൽസ്, ഇപ്പോൾ ഈ കാണുന്ന പലതും ഇപ്പോൾ കുഞ്ഞിൻ്റെ കാലിന് പലപ്പോഴും ഇടിയിക്കുന്നുണ്ട്. അത് ആ ഗ്രീൻ ദേവുവിന് ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒരു പാരറ്റ് ഗ്രീൻ. അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഞാനിതിനകത്ത് ഞാൻ പറയുന്നത് ഫുൾ കളക്ഷൻ സത്യം പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടില്ല ബാറ്റയുടെ. കാരണം ഞാൻ ഷൂ വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു സമയപരിധിക്കുള്ളിൽ ഞാൻ കുറേ ഷൂട്ട് ചെയ്താണ്. ഇതിൻ്റെ അപ്പുറത്തെ എല്ലാം ഇങ്ങനെ വെറൈറ്റി മോഡൽസ് ഇങ്ങനെ ഉണ്ട്. അത് എടുത്താലും തീരാത്തത്രയും കളക്ഷൻസാണ് ഷോപ്പിലുള്ളത് കേട്ടോ. ഒരുപാടുണ്ട്. ഇപ്പം ഇത് മാത്രമല്ല കളക്ഷൻസ് ഉള്ളത്, ഒരുപാടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഷൂ മേടിക്കുന്ന ഷോപ്പിംഗ്? നല്ലതല്ലായിരുന്നു അല്ലേ? നല്ല അടിപൊളിയായിരുന്നില്ലേ? പുതിയ മോഡൽ ചെരുപ്പുകളൊക്കെ ബാറ്റിൽ കണ്ടു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതിൻ്റെ ഗോൾഡൻ കളർ ചെരുപ്പ് എടുത്ത് കാണിക്കുന്നത്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇപ്പം എനിക്ക് ഓൾറെഡി ചെരുപ്പുണ്ട്. അപ്പോൾ ഇപ്പം പിന്നെ വാങ്ങിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് കുറച്ചാൾ പോയി ഇതിൻ്റെ ഇതൊക്കെ കഴിയുമ്പോൾ അത് വാങ്ങിക്കണം എന്നുണ്ട് എനിക്ക്. ഞാനൊരു ഗോൾഡൻ കളർ എടുത്ത് കാണിക്കുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ചെരുപ്പ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ബാറ്റിൽ ചെരുപ്പ് ഡാഡി എനിക്ക് വാങ്ങിച്ചു തരുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന ആ ടൈമിൽ ഇതുപോലെ പുതിയ മോഡൽ ചെരുപ്പുകളൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ലല്ലോ ആ കാലത്തൊന്നും. സാധാ മോഡൽ ചെരുപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇത്രയും പുതിയ ഫാഷൻ ചെരുപ്പുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ബാറ്റയിൽ അന്ന് ഒരു സാധാ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷങ്ങളായിട്ട് ഭയങ്കര കളക്ഷൻസ് ആണ് ബാറ്റയിൽ കേട്ടോ. നല്ല ബാറ്റയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള ലെതറും ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സാണ് അവിടെ ഉള്ളത്. അത് ഇത്രയ്ക്ക് വെറൈറ്റി ഫാഷനബിൾ ആയിട്ട് കൂടി വന്നപ്പോൾ ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ആ പ്രോഡക്ട്സ്. അത്രയ്ക്ക് രസമുണ്ട് ആ ചെരുപ്പുകൾ കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായിട്ടുള്ള ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ചെരുപ്പുകൾ സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ പോലും എത്തി തുടങ്ങിയിട്ടല്ലേ. അതിന് മുമ്പൊക്കെ ഇത്രയും ഫാഷൻ ചെരുപ്പുകൾ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ബാറ്റയിലും അതുപോലെ തന്നെ ഒരു 15 വർഷമായിട്ട് എനിക്ക് മനസ്സിലായത് ഒരുപാട് വെറൈറ്റി പുതിയ ചെരുപ്പുകൾ. അത് കണ്ടു അത്രയ്ക്ക് ഭംഗിയുണ്ട് ചെരുപ്പുകളൊക്കെ കാണാനായിട്ട്. നല്ല ഞാൻ ഹീൽ ചെരുപ്പുകളൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. എന്നാൽ എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഹീൽ ചെരുപ്പിടേണ്ട ആവശ്യം എന്തായാലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഹീൽസ് ഉപയോഗിക്കാറില്ല. പക്ഷെ അല്ലാതെ തന്നെ പുതിയ മോഡൽ ചെരുപ്പുകൾ, അത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും അവർ കൊടുക്കാറില്ല. അത് അടിപൊളി ക്വാളിറ്റി ചെരുപ്പുകളാണ്. നല്ല ഒരുപാട് നാളെ നിൽക്കുകയും ചെയ്യും കേട്ടോ ബാറ്ററി ചെരുപ്പുകൾ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പുതിയ മോഡൽസും ഒരു 10 വർഷമൊക്കെയാണ് പുതിയ മോഡൽസ്, അതും നമ്മൾ പോലും കാണാത്ത ടൈപ്പ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതിൽ പുതിയ മോഡൽ ചെരുപ്പുകൾ. അതിലൊക്കെ ഒരുപാട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ വർഷങ്ങളാണ് ഞാൻ കൂടുതൽ ചെരുപ്പ് വാങ്ങിച്ചിട്ടുള്ള ബാറ്റയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളക്ഷൻസ് ഒക്കെ. പണ്ടൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ കടയിൽ നിന്നൊക്കെ നമുക്ക് നോക്കാമെന്നൊക്കെ. അന്ന് നമുക്ക് അറിവില്ലായിരുന്നു. അപ്പോഴും ഡാഡി എന്നൊക്കെ പറയുമായിരുന്നു ബാറ്റിലാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ചെരുപ്പ് കിട്ടുന്നത്, അന്നേ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ ഞാനും അത് മനസ്സിലാക്കി. ശരിയാണ്, നമ്മൾ പല സ്ഥലത്തൊന്നും പോയിട്ട് ഒന്ന് വ്യത്യസ്തമായിട്ട് നോക്കാം എന്നും പറഞ്ഞിട്ട് വേറെ പല കടകളിൽ പോയി വാങ്ങിച്ചിട്ട് അതൊന്നും നിന്നില്ല. കൂടി വന്നാൽ ഒരു മാസമൊക്കെ കഷ്ടിച്ച് നിൽക്കും, അതൊക്കെ പൊട്ടി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി അന്ന് ആ ഡാഡി പറഞ്ഞത് കറക്റ്റാണ്. ആ ചെരുപ്പിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ ബാറ്റ് എന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ അങ്ങനെ വേറെ കടകളിൽ നിന്ന് ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. ബാറ്റ് തന്നെ എൻ്റെ വീട്ടിൽ എല്ലാവരും അതെ കേട്ടോ, ബാറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറേ ചെരുപ്പുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ എല്ലാവർക്കും ബാറ്റ് ചെരുപ്പ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സും വീഡിയോ കാണുന്ന ആളുകൾക്കും എല്ലാവർക്കും ബാറ്ററി ചെരുപ്പുകൾക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. പുതിയ ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.